ഹായ് ഡിയേഴ്സ്, ആയുർസിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ വീട്ടിലെ. അപ്പോൾ ഇത് കണ്ടോ, ഒരുപാട് പൂക്കളാണ് ഇതിൽ നിന്ന് കിട്ടിയേക്കുന്നത് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് മാത്രം പൂക്കൾ ഇതിൽ നിന്ന് ഡെയിലി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴ സമയത്തൊക്കെ, മഴ കൂട്ടിപ്പിടിച്ചിരുന്ന സമയത്തൊക്കെ ഒരുപാട് പൂക്കളായിരുന്നു. പിന്നെ അത് നമ്മൾ ഒന്ന് ഡെയിലി കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ ഓരോ പ്രൊസീജിയർ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അല്ലാതെയും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് എല്ലാ വീടുകളിലും നട്ടുപിടിപ്പിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു 5 6 ഫ്ലവറൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നമ്മുടെ ഫുൾ ബോഡി മെറ്റാബോളിസം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടും ഒക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ തിളപ്പിച്ച വെള്ളം. അപ്പോൾ എല്ലാവരും നട്ടുപിടിപ്പിക്കണം കേട്ടോ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയാണ് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് പരിപാലിച്ച് ഈ രീതിയിലാക്കി തന്നത്. ഇതിന് കുറ്റിയിടുകയും അത് വീഴാതെ നോക്കുകയൊക്കെ ചെയ്യുന്നത് അച്ഛനും അമ്മയും കൂടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും നട്ടുപിടിപ്പിക്കാനൊക്കെ നോക്കണം കേട്ടോ. ഒരു ചെറിയ തൈയിൽ നിന്നാണ് ഇത്ര അധികം ഉണ്ടായെന്ന് ഓർക്കണം. അപ്പോൾ കാട് പോലെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരുപാട് കായ്കളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രോഡക്ട്സിലേക്കൊക്കെ ഇത് ഒരുപാട് എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളതാണ് ഇതിലെ പൂക്കൾ. ഇപ്പോഴും അതെനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പൂക്കൾ. അപ്പോൾ ഈ കായകൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് ഒന്നുകൂടി ഉണക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനെ വിത്ത് മുളപ്പിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ ഇലയുടെ അടിയിലായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒന്ന് പിടിപ്പിച്ചാൽ മതി, ബാക്കി തന്നെ ഉണ്ടായിക്കോളും. പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ലല്ലോ. ഇടയ്ക്കൊന്ന് ഇതുപോലെ കുറ്റിയിട്ട് കൊടുക്കുക. പിന്നെ അതിനെ ഒന്ന് നമ്മൾ പരിപാലിക്കുക. അതായത് അതിനെ ഡെയിലി അതിൽ കയറിയിരിക്കുന്ന എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കളയുക, അങ്ങനെയൊക്കെ എടുക്കുക. അതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും കൂടി ചെയ്തോളും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് പൂക്കൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയണം, എല്ലാവരും ഇതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ നോക്കണം കേട്ടോ. ഈ കായ്കൾ ഒരുപാടുണ്ട്. അതിനി ഒരുപാട് കളക്ട് ചെയ്ത് അതും വെക്കാനുണ്ട്. ഉണ്ടോ? അപ്പോൾ ഷാമ്പൂ, സോപ്പ്, ഫേസ് വാഷ് എല്ലാത്തിലേക്കും എനിക്കിത് ഉപകരിക്കാറുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആയുർസിദ്ധി ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.